ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. അപ്പോൾ ഒന്ന് രണ്ട് അപ്ഡേറ്റ്സ് പറയാം. ഒന്നാമതായിട്ട് സിദ്ര ഹോസ്പിറ്റൽ സൈറ്റിൽ 2 വേക്കൻസി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒന്ന് മെഡിക്കൽ ബില്ലറിൻ്റെയാണ്, അതുപോലെ തന്നെ പേഷ്യൻ്റ് കെയർ പാർട്ട്ണറിന്. ഈ 2 വേക്കൻസിയാണ് ഓപ്പൺ ആയിട്ടുള്ളത്. മെഡിക്കൽ ബില്ലറിന് നല്ല കോഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് മെഡിക്കൽ ബില്ലറായിട്ടൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ നല്ല പോസ്റ്റാണ്. കോഡിങ് വേണമെന്നൊന്നും അവരതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ ഒരുപാട് പേര് കോഡിങ് കഴിഞ്ഞിട്ട് ഓപ്പണിങ്സ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പം മെഡിക്കൽ ബില്ലിങ്ങിൽ എക്സ്പീരിയൻസ്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നല്ല കമ്പ്യൂട്ടർ സ്കില്ല് ഇതൊക്കെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അതുപോലെ പേഷ്യൻ്റ് കെയർ പാർട്ട്ണറിലേക്ക് പേഷ്യൻ്റ് കെയറിലെ എക്സ്പീരിയൻസും അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഒക്കെയുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് സിദ്ര ഹോസ്പിറ്റലിൻ്റെ ഓപ്പണിങ് കേട്ടോ. പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റിന് ഒരു 3 ക്ലിനിക്കിലേക്ക് ഓപ്പണിങ്സ് കണ്ടിട്ടുണ്ട്. ഒന്നാമത്തെ ഹോസ്പിറ്റലിലാണ് കേട്ടോ. ഹോസ്പിറ്റലിലേക്കാണ്. നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഫിസിയോതെറാപ്പിസ്റ്റിന് കേട്ടോ. അതുപോലെ അൽ മലാക്കിയ ക്ലിനിക്കിലേക്കും പിന്നെ അൽ സലാമ മെഡിക്കൽ സെൻറ്റർ, ഈ 3 ക്ലിനിക്കിലേക്ക് അവർ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. ഫിസിയോതെറാപ്പി ഡിഗ്രിയും 2 വർഷത്തെ എക്സ്പീരിയൻസും QCHP ലൈസൻസ് എടുക്കാനുള്ള എലിജിബിലിറ്റി ഉള്ള ആൾക്കാരൊക്കെ ചെക്ക് ചെയ്യുക ഇവരുടെ സൈറ്റ് കേട്ടോ. ഹോസ്പിറ്റൽ അൽ മലാക്കിയ, അതുപോലെ തന്നെ അൽ സലാമ മെഡിക്കൽ സെൻറ്റർ. പിന്നെ പറയാനുള്ളത് ഫാർമസി ടെക്നീഷ്യൻ 2 വേക്കൻസി കണ്ടിട്ടുണ്ട്. ഒന്ന് ഖത്തർ എയർവേസ് ആണ്, ഒന്ന് ഇവിടുത്തെ ഒരു പ്രൈവറ്റ് ഫാർമസിയിലാണ് കേട്ടോ. അപ്പം ഫാർമസി 2 ഇയർ ഡിപ്ലോമ പ്ലസ് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞിട്ട് QCHP ലൈസൻസ് എടുക്കാൻ എലിജിബിലിറ്റി ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ജസീന ഹ്യൂമൻ റിസോഴ്സിൻ്റെ സൈറ്റിൽ അവർ റേഡിയോളജി ടെക്നോളജിസ്റ്റിൻ്റെ ഒരു വേക്കൻസി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസീന ഹ്യൂമൻ റിസോഴ്സിൻ്റെ സൈറ്റ് ചെക്ക് ചെയ്യുക. റേഡിയോളജി ടെക്നോളജിസ്റ്റിൻ്റെ വേക്കൻസിയാണ് കേട്ടോ. അഹമ്മദ് ഹോസ്പിറ്റലിലേക്ക് ആയിരിക്കണം. അവരുടെ സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. 2 ദിവസമായി പബ്ലിഷ് ചെയ്തിട്ട് അവരുടെ സൈറ്റ് ചെക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ PHCCയിൽ റിജക്ഷൻ കൺട്രോളർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റിൽ വേക്കൻസി അവർ ഇട്ടിട്ടുണ്ട്. ലിങ്ക്ഡിനിലാണ് ഞാൻ കണ്ടത്. നിങ്ങൾ PHCCയിൽ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ പോയിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ സ്കൂൾ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുന്നവർക്ക് ഇവിടുത്തെ ശാന്തിനികേതൻ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് അവർ ഹിന്ദി ടീച്ചറിൻ്റെ ഒരു വേക്കൻസി ഇട്ടിട്ടുണ്ട് കേട്ടോ. BA MA + B.Ed ഇതാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവണം CBSE സ്കൂളിൽ, പ്ലസ് നല്ല ഇംഗ്ലീഷിലൊക്കെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം കേട്ടോ. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് കോർഡിനേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേക്കൻസിയും അവർ തന്നെ ഇട്ടിട്ടുണ്ട്. ശാന്തിനികേതൻ ഇൻ്റർനാഷണൽ സ്കൂൾ, ഖത്തർ. അതിന് ബാച്ചിലർ ഡിഗ്രിയാണ് ചോദിക്കുന്നത്. ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടാവണം. 3 വർഷം മുതൽ 5 വർഷം വരെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. പ്ലസ് നല്ല കോർഡിനേഷനും അതൊക്കെയാണ് അവർ അതിനകത്ത്. റൂട്ട് പ്ലാനിങ്, കോർഡിനേഷൻ, നല്ല ഷെഡ്യൂളിങ്ങിലൊക്കെയുള്ള നല്ല എക്സ്പീരിയൻസ്, ഇതൊക്കെയാണ് അവർ അതിനകത്ത് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ടവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഓടിപ്പോയി അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്ലൈ, വിൻ ആൻഡ് എൻജോയ്. താങ്ക് യു സോ മച്ച്.